ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തോ മാരകമായ മയക്കുമരുന്ന്, അതായത് ഡ്രഗ്സ് കുട്ടിയുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മയക്കമാണ്. എന്തെങ്കിലും ടാബ്ലറ്റ് വല്ലതും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് നാളായിട്ട് കോമയിലായിരുന്നു, അതിൻ്റെ ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എന്നൊക്കെ അർജുൻ പറയുമ്പോൾ അല്ല, ഇത് പിന്നെ ശരീരത്തിൽ അമിതമായിട്ട് കടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ്. അന്നേരം അതെങ്ങനെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ ആരെങ്കിലും കലർത്തി ഭക്ഷണത്തിലോ എന്തെങ്കിലും കലർത്തി കൊടുത്തതാകാം എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇന്ന് പ്രീതി മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു, ഞങ്ങൾ കഴിച്ച അതേ ഭക്ഷണവും വെള്ളവും തന്നെയാണ് പ്രീതി കഴിച്ചത്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ, വിഷ്ണുവേട്ടൻ, പിന്നെ അർജുനേട്ടൻ, പൊന്നി, സത്യാമ്മ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത എന്നിങ്ങനെ പറയുമ്പോഴാണ് അർജുന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അർജുൻ അത് ആലോചിക്കുന്നുണ്ട്. സുസ്മിത ചായ കൊടുത്തത്, എന്നിട്ട് പറയുകയാണ് ചതിച്ചത് അവൾ തന്നെയാണ് സുസ്മിത, അവൾ കൊണ്ടു കൊടുത്ത ചായയിലായിരിക്കാം ആ മരുന്ന് കലർന്നിരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ആ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം പൊന്നിയാണെങ്കിൽ സുസ്മിതയെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിൻ്റെ വാതിലിനടുത്തേക്ക് വരികയാണ്. അന്നേരം സുസ്മിത ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം എന്തായി ചിറ്റപ്പ, പെൻഡ്രൈവിൻ്റെ കാര്യം എന്നിങ്ങനെ തിരക്കുമ്പോൾ ആ വാതിൽക്കൽ തന്നെ അടഞ്ഞു കിടക്കുന്ന ഡോറിൻ്റെ അവിടെ തന്നെ പൊന്നി നിൽക്കുകയാണ് സംസാരം കേൾക്കാനായിട്ട്. തുടർന്ന് എത്ര തെളിവുകൾ മായ്ച്ചു കളഞ്ഞാലും എന്നെ ജീവിതകാലം മുഴുവൻ കോടതിയിൽ ജയിലിലിടാൻ പറ്റുന്ന തെളിവല്ലേ അതിലുള്ളത്, അപ്പോൾ പിന്നെ അത് തിരക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമെങ്കിൽ എന്തിനാ ആമ പൊത്തിനകത്ത് തലയിട്ട് നിൽക്കും പോലെ നീ എന്തിനാ ഇഴഞ്ഞ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പൈസ സംഘടിപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു, മോഷ്ടിക്കാൻ വരെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ലല്ലോ. അതൊക്കെ ചിറ്റപ്പൻ അറിയാമല്ലോ, അയാൾ പെൻഡ്രൈവ് വേറെ ആർക്കും കൊടുക്കാതെ നോക്കണേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഈ പൊന്നി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നി ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിടുന്നതും പിടിച്ച് തള്ളുന്നതും, പിന്നീട് രോഹിത്ത് പാറക്കെട്ടിൻ്റെ വിളമ്പി പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇരുമ്പട്ട പോലുള്ള ആ ചെരുപ്പ് കൊണ്ട് വീണ്ടും തള്ളിയിടുന്നതും ഒക്കെ അതിലുണ്ട് എന്നൊക്കെ സുസ്മിതയുടെ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കുന്നതൊക്കെ പറയുന്നതൊക്കെ ചിറ്റപ്പനോട് പറയുന്നതൊക്കെ പൊന്നി വെളിയിൽ നിന്ന് കേട്ടുകയാണ്. പൊന്നി ആകെ ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. തുടർന്ന് വേറെ ആർക്കും കൊടുക്കാതെ ചിറ്റപ്പൻ നോക്കിയോളണേ എന്നൊക്കെ പറയുമ്പോൾ അത് ബുള്ളറ്റ് വിജയൻ വേറൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. പൊന്നും വില കൊടുത്ത് വാങ്ങാനായിട്ട് വേറൊരാൾ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം അന്തം വിടുന്നുണ്ട്. ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, ഈ ചിറ്റപ്പൻ തന്നെയാണ് വാങ്ങിക്കാൻ പോകുന്നത്, ഈ ചന്ദ്രബോസ് നിന്റെ ചിറ്റപ്പൻ എന്നിങ്ങനെ പറയുമ്പോൾ ചിറ്റപ്പനോ താങ്ക് യു ചിറ്റപ്പ എന്നൊക്കെ നന്ദിയൊക്കെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് എവിടെന്നാ ചിറ്റപ്പൻ ഇത്രയും ക്യാഷ് സംഘടിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട്, കാശിനായിട്ട് രാജേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ, അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ നിൻ്റെ അമ്മയെ വിളിച്ചു, സർല ചേച്ചിയെ വിളിച്ചു, നീ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചേച്ചി കാശ് തന്നു, തരിക മാത്രമല്ല നിനക്ക് പൂർവാധികം പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ ഒരു രസത്തിന് അല്ല, വെറുതെ ഒരു കിട്ട് നോക്കാനായിട്ട് ഞാൻ സത്യഭാമയാണ് എതിര് നിൽക്കുന്നതെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഏത് ഭാമയാണെങ്കിലും കൂടെ സർല ചേച്ചി ഉണ്ടാകും, മകളാണ് മുഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതലും വാതിലുകൾ, നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലുകൾ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്, എല്ലാം നമ്മൾ അടഞ്ഞ വാതിലുകളാണ് എന്നിങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ആശ്വാസമായത് ഒരു നല്ല സന്തോഷ വാർത്തയാണ് എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്നും സുസ്മിത പറയുകയാണ്, ഞാനിപ്പോൾ ഒരു അടഞ്ഞിട്ട വാതിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലായില്ല ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം ഇവിടെ എല്ലാവരും കൂടി എന്നെ നാളെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഭാമാൻറ്റിയുടെ വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, പ്രീതിക്കെല്ലാം ഓർമ്മ വന്നു, ഓരോന്നായിട്ട് പറഞ്ഞു, അങ്ങനെ ആണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് വീണ്ടും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ പ്രീതി എല്ലാം നാളെ കോടതിയിൽ പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും പറയാൻ പോകുന്നില്ല, നാളെ മുഴുവൻ അവൾ ഉറക്കത്തിലായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഈ പ്രീതിയുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുന്നേ ബുള്ളറ്റ് വിജയൻ്റെ കാര്യം പറയുന്നത് വരെ മാത്രമേ പൊന്നി അവിടെ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം പൊന്നി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ താഴേക്ക് ഇനി ആരോട് പറയാനായിരിക്കാം. പക്ഷേ ഈ മരുന്ന് കൊടുത്ത കാര്യം പറയുന്നത് പൊന്നി കേൾക്കുന്നില്ല. പിന്നെ ഞാൻ അവൾക്കൊരു നല്ല ഡ്രഗ്സാണ് കുത്തി വെച്ചിരിക്കുന്നത്, അവൾ ഫുൾ ഉറക്കത്തിലായിരിക്കും, ഒന്നും പറയാൻ പോകണില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് നീ ഏത് മരുന്നാടി കൊടുത്തതെന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്നതൊക്കെ ഡോക്ടർമാരുടെ പണിയല്ലേ, ഞാൻ കൊടുത്തതിനെതിരായിട്ട് ആൻറ്റിഡോസ് മരുന്ന് കൊടുത്ത് അവളെ ഉണർത്താനായിട്ട് ഇവിടെ ഏത് ഡോക്ടറാണുള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശ്രമം വിജയിച്ച രീതിയിൽ പെൻഡ്രൈവും കിട്ടാൻ പോകുന്നു. പ്രീതി എന്തായാലും മൊഴിയും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ വിജയിച്ച സന്തോഷത്തിൽ സുസ്മിത അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്.
ഇതേസമയം ഹോസ്പിറ്റലിൽ വീണ്ടും ഒരു ആൻറ്റിഡോസ് മരുന്ന് പിന്നെ പ്രീതിയുടെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഹൈ ഡോസ് മരുന്നാണ് കുത്തിവെച്ചിരിക്കുന്നത്. അതിനിപ്പോൾ എത്ര സമയം എടുക്കുമെന്നും പറയാൻ പറ്റില്ല ഉണർന്ന് വരാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ. എന്നാലും എത്ര സമയമെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും എടുക്കും. ലാബ് റിപ്പോർട്ടിൽ അങ്ങനെയാണ് ആൻറ്റിഡോസ് മരുന്നിൻ്റെ ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻറ്റിഡോസ് മരുന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യാമെന്നും പറയത്തില്ല. ശരീരത്തിൽ കലർന്നിരിക്കുന്ന ആ ഡ്രഗ്സിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ആൻറ്റിഡോസിൻ്റെ പ്രതികരണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് കൺഫ്യൂഷൻ ആവുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, പ്രീതിക്ക് നാളെ കോടതിയിൽ മൊഴി നൽകാനുള്ളതാണ്, അതനുസരിച്ചിരിക്കും ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അതൊക്കെ മെഡിക്കൽ സയൻസിന് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. എത്രത്തോളം ഫലം ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അതേ കഴിയുള്ളൂ. നാളെ കോടതിയിൽ പ്രീതി ഉണർന്നു വരാനും മൊഴി നൽകാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ പ്രീതിയുടെ അടുത്തേക്ക് ഒരു കസേരയിട്ട് പിന്നെ ബെഡിനരിയിലേക്ക് ഇരിക്കുകയാണ്. അതേസമയം വിഷ്ണു ശാലിനിയോട് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. വിഷ്ണു ശാലിനി റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് അർജുനാണെങ്കിൽ അങ്ങ് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രീതിയുടെ തലയിലൊക്കെ തലോടിയിട്ട് പറയുന്നുണ്ട്, ഒരുപാട് നാളായിട്ട് നീ കോമയിൽ നിന്ന് ഉണർന്നു വന്ന എല്ലാവരോട് സത്യം പറയാനായിട്ട് ഞാൻ കാത്തിരുന്നതാണ്. എന്നിട്ട് അതെല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ ഈ നിർണായക വേളയിൽ അർജുനേട്ടനെ നീ തോൽപ്പിച്ച് കളയല്ലേ, അർജുനേട്ടനെ തോൽപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉണർന്നു വാ പ്രീതി, വാ മോളെ, എഴുന്നേറ്റ് വാ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയുടെ കൈ പിടിച്ചങ്ങ് പൊട്ടി കരയുകയാണ് അർജുന് സഹായനായിട്ട്. തോറ്റുപോകുമെന്നുള്ള ഒരു ഇതിലാണ് അർജുൻ അവിടെ ഇരുന്ന് കരയുന്നത്. തുടർന്ന് ഹോസ്പിറ്റലിന് വെളിയിൽ നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയും കൂടി. ഇതേസമയം പൊന്നി ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം പൊന്നിയാണ് എന്താ പൊന്നിയും ചോദിക്കുമ്പോൾ പൊന്നിയാ നടന്ന സംഭവങ്ങൾ, ആ പെൻഡ്രൈവിൻ്റെ കാര്യമൊക്കെ ശാലിനിയോട് പറയുകയാണ്. തുടർന്ന് ശാലിനി ഫോൺ വയ്ക്കുമ്പോൾ എന്താ ശാലിനി ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം കോടതി തീരുന്നതിന് മുമ്പേ പ്രീതി ഉണരണം, മൊഴി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും പ്രാർത്ഥന. പക്ഷേ അതിന് മുന്നേ സുസ്മിതയെ കൊടുക്കാനായിട്ട് ഉള്ള വലിയൊരു ആയുധം നമ്മുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുകയാണ്. എല്ലാ തെളിവുകളും മായ്ക്കാൻ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും മായ്ക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് കൈക്കലാക്കണം. പക്ഷേ അത് കൈക്കലാക്കാനായിട്ട് വിഷ്ണുവേട്ടൻ വീണ്ടും ആ പഴയ അവതാരം എടുക്കണം. പഞ്ചകൈലാസത്തിൽ അവതാരമെടുത്ത അതേ വൈഷ്ണവ അവതാരം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ ശാലിനിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ബുള്ളറ്റ് വിജയനെ അടിച്ചൊതുക്കി ആ പെൻഡ്രൈവ് കൈക്കലാക്കണം എന്ന് തന്നെയാണ് അവിടെ വിഷ്ണുവിനോട് ശാലിനി പറയുന്നത്. ഇതേസമയം ബുള്ളറ്റ് വിജയനാണെങ്കിൽ ചന്ദ്രബോസിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അവർ ഇരിക്കുകയാണ്, മദ്യപാനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ബുള്ളറ്റ് വിജയൻ കഴിക്കുന്നില്ല, ചന്ദ്രബോസ് കഴിക്കുകയാണ്. തുടർന്ന് കാശ് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്നും ബുള്ളറ്റ് വിജയൻ ഇത് വാങ്ങിയ ശേഷം 25 ലക്ഷം തികച്ചുണ്ടല്ലോ സാറേ ചോദിക്കുകയാണ്. അന്നേരം എന്നെ വിശ്വാസമില്ലെങ്കിൽ എണ്ണി നോക്കാമെന്ന് പറയുമ്പോൾ ഇല്ല സാറിന് എനിക്ക് വിശ്വാസമാണ്, ഇനി പെഗ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അത് ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് മദ്യപിക്കുകയാണ്. അന്നേരം ഇതുവരെ താൻ എന്താ കഴിക്കാതിരുന്നതെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ എന്നെ തന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. ചിലവർക്കാണെങ്കിൽ ഈ കള്ളങ്ങോട്ട് അകത്ത് ചെല്ലുമ്പോൾ ഉള്ളിലുള്ളതെല്ലാം അങ്ങോട്ട് തികട്ടും, സ്നേഹമൊക്കെ കൂടും, പിന്നെ എന്തും ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. ഈ 25 ലക്ഷം രൂപ വിലയുള്ള ഈ പെൻഡ്രൈവ് തന്നെ ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് സാറിനങ്ങ് തന്നേക്കും എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കയ്യിലെടുത്ത് വയ്ക്കുകയാണ്. തുടർന്ന് അതിങ്ങനെ തന്നേന്നും പറഞ്ഞ് ചന്ദ്രബോസ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് 500 രൂപ വിലയുള്ള പെൻഡ്രൈവിന് 25 ലക്ഷം രൂപ കൂടുതലല്ലേ വിജയാന്ന് ചോദിക്കുമ്പോൾ അതാ പെൻഡ്രൈവിൻ്റെ വിലയല്ലേ, അതിനുള്ള 500 രൂപ എന്ന് പറയുന്നത്, അതിലുള്ള ഫുട്ടേജിന് 25 ലക്ഷം കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുള്ളൂ. സാറിൻ്റെ ചേട്ടൻ്റെ മകളുടെ ജീവിതം അതിലല്ലേ, ആ പെങ്കൊച്ചിന് ഇനിയും ജീവിതം ബാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ബുള്ളറ്റ് വിജയനോട് ചന്ദ്രബോസ് ഒന്നും പറയുന്നില്ല. അതെല്ലാം കേട്ട് ഇങ്ങനെ തലയാട്ടി ഒരു സാമട്ടിൽ ചിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് എൻ്റെ കുടുംബത്തിലെ കാര്യമാണെന്ന് പോലും താൻ ഓർത്തില്ല, എൻ്റെ കയ്യിൽ നിന്നും 25 ലക്ഷം എണ്ണി വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കുടുംബ ബന്ധത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, മുത്തപ്പൻ കോവിലിൽ ആരോ പ്രസവിച്ചിട്ട ഒരു കുട്ടി, പിന്നെ ആരൊക്കെയോ വളർത്തി പോലീസായി, അതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല. പിന്നെ സാറിനെ പോലുള്ളവരുടെ ചില വിശ്വാസവും കൂറും മാത്രമാണ് ഉണ്ടായിരുന്നത്, അതും ദേ ഇപ്പോൾ പോയി കിട്ടി, ഇപ്പോൾ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോഴും സാറിൻ്റെ മുഖത്ത് പിന്നെ ഒരു തൃപ്തി ഇല്ലല്ലോ എന്നൊക്കെ വിജയൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് തൃപ്തി കുറവൊന്നുമില്ല, താൻ ചെല്ല് എന്ന് പറയുമ്പോഴും ആ പെട്ടിയുമായെടുത്ത് വിജയൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം 2 ഗുണ്ടകൾ വന്ന് നേരെ വിജയൻ്റെ വഴി തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വിജയന് സംഗതി മനസ്സിലാവുകയാണ്. തുടർന്ന് വിജയനാണെങ്കിൽ ആ പൈസ കൊണ്ടുവന്ന് ചന്ദ്രബോസിൻ്റെ ടീപ്പോയുടെ മേശപ്പുറത്ത് വെച്ചിട്ട് സാറ് ഈ ക്യാഷ് എനിക്ക് വേണ്ട, ഇവിടെ ഇരിക്കട്ടെ, ആ പെൻഡ്രൈവും സാർ എടുത്തോ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ തിരിയുകയാണ്. തിരിഞ്ഞ ശേഷം ഗുണ്ടകളുടെ അടുത്തെത്തിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് പറയുകയാണ്, പക്ഷേ അതിലുള്ള ആ ഫൂട്ടേജ് നാളെ കോടതിയിൽ എത്തുമെന്ന്. അന്നേരം ചന്ദ്രബോസിന് വീണ്ടും വെപ്രാളം വരികയാണ്. തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതിനു മുന്നേ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ ആ കമ്പ്യൂട്ടറിൽ നിന്നുമൊക്കെ ഡിലീറ്റ് ചെയ്തില്ലേ,
ഇതുമായിട്ട് വേറെ ആരും നാളെ വരില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവിടെ വിജയൻ ഉറപ്പ് നൽകുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അന്നേരം ചന്ദ്രബോസ് പെട്ടെന്ന് അങ്ങ് ദേഷ്യമൊക്കെ മാറിയിട്ട് ചിരിച്ചു പറയുകയാണ്, ഇത് ഞാനൊരു വെറുതെ തമാശ കാട്ടിയതാണ്, അങ്ങനെയൊന്നുമില്ല, ഇത് താൻ എടുത്തോ, പൈസ താൻ എടുത്തോ എന്നൊക്കെ പറയുമ്പോഴും സാറ് വെറും ഒരു ചെറ്റയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിലുള്ള ഫൂട്ടേജ് ഒരു ക്യാമറയിലോ അല്ല ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ കോപ്പി ചെയ്യാതെ, വേറൊരു പെൻഡ്രൈവിലോ കോപ്പി ചെയ്യാതെ, ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണെന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ സാറ് പറഞ്ഞ തമാശയ്ക്ക് ഞാനും വെറുമൊരു തമാശ പറഞ്ഞതാണ്, ഇതും കൊണ്ട് നാളെ ആരും സാറിൻ്റെ മുമ്പിൽ വരില്ല എന്നും പറഞ്ഞ് ആ പെട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് ബുള്ളറ്റ് വിജയൻ വീണ്ടും ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ആ ഗുണ്ടാൾ വീണ്ടും അവിടെ നിൽക്കുകയാണ്. അന്നേരം സാറേ ഞാൻ നിൽക്കണോ പോണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വഴി മാറി കൊടുക്കാനായിട്ട് അവരോട് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ആരും ഇതുമായിട്ട് വരില്ല, സാറ് ഇനി ഇങ്ങനെ ഒരു തമാശ കാണിക്കാൻ സാറിന് തോന്നുന്നില്ലെങ്കിൽ ആരും വരില്ല, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി സാറ് ശ്രദ്ധിക്കണം, സാറിൻ്റെ കയ്യിലിരിക്കുന്നത് തീപ്പൊരിയല്ല, തീ തന്നെയാണ് സാറിൻ്റെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവിലുള്ളത്. സാറിൻ്റെ അനന്തരവളുടെ ചേട്ടൻ്റെ മകളുടെ ജീവിതമാണ് അതിലിരിക്കുന്നത്. അന്ന് അവിടെ പഞ്ചകൈലാസത്തിൽ അവൻ വന്നതുപോലെ ഇവിടെയും വരാനായിട്ട് സാധ്യതയുണ്ട്, കൽക്കി ചിലപ്പോൾ വരും എന്നൊരു മുന്നറിയിപ്പ് എന്ന പോലെ ചന്ദ്രബോസിന് നൽകുകയാണ് അവിടെ വിജയൻ. വിഷ്ണുവിൻ്റെ കാര്യമാണ് വിജയൻ ഇവിടെ പറയുന്നത്. തൂണ് പിളർന്നു വരുന്ന നരസിംഹത്തെ പോലെ അവൻ അവതരിക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ചന്ദ്രബോസിനോട് വിജയൻ പറയുകയാണ്. വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിനിടയ്ക്കൊക്കെ വിഷ്ണു ഇങ്ങനെ ജീപ്പിൽ രാത്രി വരുന്നതായിട്ട്, റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരവും വിജയനോട് പിന്നെ ചന്ദ്രബോസ് പറയുകയാണ്, തനിക്ക് ചോദിച്ച ക്യാഷ് കിട്ടിയില്ലേ, പോകാൻ നോക്കാമെന്ന്. അന്നേരം സാറിൻ്റെ നന്മയെക്കുറിച്ച് അങ്ങനെ കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ശരിയെന്ന് പറഞ്ഞിട്ട് വിജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ആ ഗുണ്ടകൾ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട്, അവനെ പിന്തുടർന്ന് പോയി പിടിച്ചാലോ എന്ന്. അന്നേരം വേണ്ട, അവനെയൊക്കെ പണിയേൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അപ്പം ഞങ്ങളിനി എന്ത് ചെയ്യണം സാറിന് ചോദിക്കുകയാണ്. അന്നേരം എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഇവിടെ നിൽക്കുക എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ സാറിന് പേടിയുണ്ടല്ലേ എന്ന് ആ ഗുണ്ടകളിൽ ഒരാൾ ചോദിക്കുകയാണ്. അന്നേരം പേടിയോ, ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് നിൽക്കാനേ പറഞ്ഞുള്ളൂ, ഞാൻ ചന്ദ്രബോസാണ്, CA ചന്ദ്രബോസ് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചന്ദ്രബോസ് അവരോട് പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ രണ്ടെണ്ണം വീശുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇല്ല എന്നവർ പറയുകയാണ്. അതേസമയം വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ ശബ്ദം മുറ്റത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ബ്രേക്ക് പിടിച്ചിങ്ങനെ നിർത്തുന്ന ശബ്ദം കേൾക്കുകയാണ്. അന്നേരം എന്താ അവിടെ ഒരു ശബ്ദം എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ഇറങ്ങാൻ തുടങ്ങുകയാണ് നോക്കാനായിട്ട്. അന്നേരം രണ്ടുപേരും കൂടി അങ്ങോട്ട് എന്തിനാണ് പോകുന്നത്, ഈ വളപ്പിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോയി നോക്കാനായിട്ട് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ആകെ ഒരു പേടി തുടങ്ങി കഴിഞ്ഞിരുന്നു. തുടർന്ന് ഒരാൾ അങ്ങ് സ്റ്റെപ്പ് കയറി സ്റ്റെയറിൻ്റെ ിലേക്കും പോകുന്നുണ്ട്, ഒരാൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ജീപ്പിനകത്തേക്ക് അവിടെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന് അങ്ങ് കൺട്രോൾ വിടുകയാണ്. വിഷ്ണുവാണ് എന്ന് അവിടെ ചന്ദ്രബോസ് ഉറപ്പിക്കുകയാണ്. ചന്ദ്രബോസ് ആകെ പേടിച്ചങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്, വന്നിരിക്കുന്നത് അവനാണെങ്കിൽ, അവന് വെള്ളപ്പിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാലിഴഞ്ഞ് അവൻ പോകാൻ പാടുള്ളൂ, പോയി നോക്കടോ എന്നും പറഞ്ഞ് അയാളെ വീണ്ടും മുറ്റത്തേക്ക് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ആകെ പേടിച്ചിരിക്കുന്ന ചന്ദ്രബോസ് വീണ്ടും മദ്യം ഒഴിച്ചൊഴിച്ച് കുടിക്കുകയാണ് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. തുടർന്ന് ചന്ദ്രബോസും കൂടി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ജീപ്പിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ജീപ്പിനകത്ത് ആരും ഇല്ല എന്ന് അയാൾ പറയുകയാണ്. അന്നേരം മുറ്റത്തേക്കൊക്കെ പോയി നോക്കുന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയാണ്. അന്നേരം അയാൾ മുറ്റത്തേക്ക് പോകുമ്പോൾ ചന്ദ്രബോസ് വീണ്ടും അങ്ങ് അകത്തേക്ക് കയറിയിട്ട് സ്റ്റെയറിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ആരുടെ അകത്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രബോസ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ചന്ദ്രബോസ് ഇരുന്ന അതേ സ്ഥാനത്ത് സെറ്റിയിൽ ഇങ്ങനെ കാലും ഒക്കെ കയറ്റി വെച്ച് വിഷ്ണു ഇരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ കൂളായിട്ടിരുന്ന ചന്ദ്രബോസിനെ ഇങ്ങനെ നോക്കി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. ആകം ധൈര്യമൊക്കെ സംഭരിച്ച് നിൽക്കുന്നെങ്കിലും വിഷ്ണുവിൻ്റെ ഇരിപ്പിലും നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ചന്ദ്രബോസ് ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും ഇവിടെ ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്ന് വിഷ്ണു പെൻഡ്രൈവുമായിട്ടേ മടങ്ങും, അങ്ങനെയാണല്ലോ പതിവ്. എന്തായാലും അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.